അടിക്കത്തില്ല. പിള്ളേർ പൂമ്പാറ്റകളാണ്, അടിക്കാൻ പാടില്ല, അവരെ കൊഞ്ചിച്ച് വളർത്തണം. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, പേഴ്സണൽ അഭിപ്രായം. അടി കൊടുക്കേണ്ട സമയത്ത് നല്ല അടി കൊടുക്കുക. പക്ഷേ അടി മാത്രം കൊടുക്കരുത്, കുട്ടികളെ സ്നേഹിക്കുക. അതായത് കുട്ടിക്ക് തിരിച്ചറിവ് ഉണ്ടാവണ സമയം വരെ കുട്ടിക്ക് അന്തവും കുന്തവും ഉണ്ടാകത്തില്ല. കുട്ടിക്ക് അടി കിട്ടിയാൽ ചില കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുള്ളൂ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കര കുഴപ്പമാണ്. പുതിയ കാലത്തെ കുട്ടികൾ വിശേഷിച്ച് 24 മണിക്കൂർ മൊബൈൽ ഫോണിനകത്ത്. അതിനകത്ത് കാണുന്നതൊക്കെ വന്ന് ഉമ്മാടെ സ്റ്റണ്ട് കണ്ടിട്ട് ഒന്നിന് ചെറിയ ചെറുക്കന്മാർ 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ളൂ. അവൻ്റെ അടുത്ത് ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് ടിഷ്യൂ അവൻ കണ്ട സ്റ്റണ്ടെല്ലാം അവിടെ ഉമ്മാടെ നെഞ്ചത്താണ് തീർക്കുന്നത്, കൊച്ചു പിള്ളേർ. അപ്പോൾ അവൻ അടി കൊടുക്കേണ്ട സമയത്ത് നല്ല പൊട്ടിപ്പ് കൊടുക്കുക പിള്ളേർക്ക്. അങ്ങനെ പൊട്ടിപ്പ് കൊടുത്ത് വളർന്ന പിള്ളേർ ഇപ്പോൾ ഒരു പെൺകുട്ടി വാപ്പ റീചാർജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, 200 രൂപ കുറഞ്ഞു പോയി, അത് പോയി തൂങ്ങി മരിച്ചു. കാസർഗോഡ് ജില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ പിതാവിന് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. എന്തൊരവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കുട്ടി അങ്ങനെ മരിച്ചു വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? 17-16 വയസ്സേ ഉള്ളവർക്ക്. അപ്പോൾ ഈ പെണ്ണിനെ നിങ്ങൾക്ക് കൊഞ്ചിച്ച് വളർത്തിയതാണ് കുഴപ്പം. നല്ല അടിയെ കൊടുത്ത് നമ്മളൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് എത്ര വട്ടം പുറത്താക്കിയിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ കുറേ ആൾക്കാരെ വാപ്പ പുറത്താക്കി വീട്ടിൽ നിന്ന്. കൈ വെക്കണുണ്ടോ? അടി എടുത്ത് പോടാൻ നമ്മൾ അടിച്ചോട്ടിച്ച് വീട്ടിൽ പാതിരാത്രി കയറാൻ പറ്റിയില്ല. എവിടെ കടത്തിനെ പോയി കിടന്ന് വാപ്പ പോയെന്ന് അറിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്ന് ചോറ് കഴിച്ചത്. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ അടി കൊടുത്ത് വളർത്തുന്ന പിള്ളേർ നല്ല പിള്ളേരായിട്ട്, സ്നേഹമുള്ള പിള്ളേരായിട്ട് വളർന്നു വരും. ഇത് കൊഞ്ചിച്ച് പാലേ ചക്കരേ തേനേ മൊബൈൽ ഫോൺ വേണോ, ടാബ് വേണോ, കമ്പ്യൂട്ടർ വേണോ, ആന വേണോ, ഇങ്ങനെ ചോദിച്ച് മേടിച്ചു കൊടുത്ത് അവസാനം 200 രൂപ കുറഞ്ഞപ്പോഴത്തേക്ക് പോയി തൂങ്ങി വരും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ കുട്ടിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ കുടുംബത്തിന്, ആ ഉമ്മാക്ക്, ആ വാപ്പാക്ക് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. ഏത് പിതാവിന് സഹിക്കാൻ പറ്റുന്നത് വല്ലാത്ത വേദനയാണ്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയുന്നു, എൻ്റെ സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പിള്ളേർക്ക് അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കുക, സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കുക. ഇത് അടിയൊന്നും കൊടുക്കാതെ കുറേ മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്, സൈക്കോളജിസ്റ്റുകൾ. അമ്മമാർക്ക് എവിടെ നിന്ന് മനഃശാസ്ത്രം പഠിച്ചാൽ മതി. അമ്മമാർ കുട്ടികളൊക്കെ പൂമ്പാറ്റകളാണ്, പൂവുകളാണ്, തൊടാൻ പാടില്ല, അടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കുട്ടികളെല്ലാം കൂടെ ഓലക്കെ എടുത്ത് അടിച്ച് പിള്ളേരെ തലമണ്ടയൊക്കെ പൊട്ടിച്ച് ഹോസ്പിറ്റലിലാക്കാനല്ലേ ഈ പറയുന്നത്. നല്ല ചെറിയ ചൂരൽ കിട്ടും. ആ ചൂരൽ പഠിക്കാൻ നല്ല പൊട്ടിപ്പ് ചെറുതിലേ കൊടുത്താൽ അവൻ നല്ല സ്ട്രോങ് ആവും. നമ്മളടുത്ത് ഇപ്പോൾ നമ്മൾ ഈ കടപ്പുറത്തൊക്കെ ചെറിയ മക്കളെ കണ്ടിട്ടില്ലേ? കടല വിൽക്കാനും കപ്പലണ്ടി വിൽക്കാനൊക്കെ നടക്കുന്ന ചെറിയ ഈ നാടോടിയുടെ മക്കൾ. നിങ്ങൾക്ക് അവരുടെ അടുത്തൊന്ന് സംസാരിച്ച് ജയിക്കാൻ പറ്റുമോ? അവനൊരു അടി എടുത്ത് നോക്കിയാണ് അവൻ ചിലപ്പോൾ ചാടി കണ്ണിൽ പെടുക്കും. അവൻ മനസ്സിലായോ? അവൻ വെറുതെ ഇവിടത്തൊന്നുമില്ല. കാരണം എന്താണെന്നറിയാം, അവൻ വളർന്നു വന്ന സാഹചര്യം സ്ട്രോങ് ആയ സാഹചര്യമാണ്. അപ്പോൾ അവൻ ആ സാഹചര്യത്തെ, ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും അതിജയിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ അവനിലുണ്ടാവും. ഇല്ലേ? നമ്മളവനെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. 5 പൈസ അവൻ കുറച്ച് തരത്തില്ല. കടലയ്ക്ക് വേണ്ടി 10 രൂപ കടല, 9 രൂപ തരത്തില്ല. അത് 15 രൂപയ്ക്ക് അവൻ മേടിപ്പിക്കും നമ്മളെ കൊണ്ട്. അതാണ് അവൻ്റെ മിടുക്ക്. അപ്പോൾ അതായത് നമ്മൾ വളർത്തുന്ന സാഹചര്യങ്ങൾ കുട്ടികൾക്ക് കുറച്ച് ടാസ്ക് കൊടുത്ത് വളർത്തിയാൽ അവർ നല്ല പിള്ളേരാവും. ആന വന്നാലും ഇങ്ങനെ നിൽക്കും, ആന തിരിച്ചു പോകത്തേ ഉള്ളൂ. അമ്മ അതിന് പ്രതിരോധ ശേഷിയായിരിക്കും. മനസ്സിന് നല്ല ബലം ഉണ്ടാവും കുട്ടികൾക്ക്. ടീച്ചർ അടിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറയത്തൊന്നുമില്ല. ഒരു അടി കിട്ടിയെന്ന് പറഞ്ഞാൽ തൂങ്ങി മരിക്കാൻ പോവേയില്ല, ഒന്നും ചെയ്യില്ല. വാപ്പ വഴക്ക് പറഞ്ഞാലും ഉമ്മ വഴക്ക് പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. കുട്ടികളതൊക്കെ നൈസായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. അല്ലാതെ ചുമ്മാ കൊഞ്ചിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കണ മാതിരി കൊഞ്ചിച്ച് മക്കളെ ഇല്ലാതാക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. രക്ഷിതാക്കളോട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം